10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഓണപ്പരീക്ഷയുടെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടവരെ കുറിച്ച് പഠിക്കാൻ കുട്ടികൾ ഒരുങ്ങിയിറങ്ങി. ജീവിത സായാഹ്നം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ജീവിതമാകുന്ന സായാഹ്നം, ജീവിതവും സായാഹ്നവും, ജീവിതത്തിന്റെ സായാഹ്നം, ജീവിതം പോലുള്ള സായാഹ്നം. എന്താണ് ജീവിത സായാഹ്നത്തിന്റെ വിഗ്രഹാർത്ഥം? ജീവിതത്തിന്റെ സായാഹ്നം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തുലാവർഷം കഴിഞ്ഞു, വൃശ്ചിക കാറ്റടങ്ങി, മഞ്ഞു വീണു. പൂക്കളും ആണ്ടറുതികളും എന്ന പടത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മഞ്ഞു വീണു ഇന്ന് ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്ന മാസം ഏതാണ്? അപ്പൊ തുലാവർഷം കഴിഞ്ഞു, വൃശ്ചിക കാറ്റടങ്ങി, മഞ്ഞു വീണു. മഞ്ഞു വീണു എന്ന് ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്ന മാസം ഏതാണ്? ധനു. തേർഡ് ക്വസ്റ്റ്യൻ, മുണ്ടകൻ കൊയ്തു നെല്ലും വൈക്കോലും സംഭരിച്ചു കഴിഞ്ഞാൽ കർഷക ഹസ്തം സ്വതന്ത്രമായി. കർഷക ഹസ്തം സ്വതന്ത്രമാവുക എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. കർഷകർക്ക് കൃഷിപ്പണിയിൽ താല്പര്യമില്ലാതായി, കർഷകർ വിശ്രമത്തിനും വിനോദത്തിനും സമയം കണ്ടെത്തുന്നു, കർഷകർ തുടർച്ചയായി ജോലി ചെയ്യുന്നു, കർഷകർ അടിമപ്പണി നിർത്തുന്നു. ഏതാണ്? കർഷകർ വിശ്രമത്തിനും വിനോദത്തിനും സമയം കണ്ടെത്തുന്നു. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. വേദശാസ്ത്രങ്ങൾ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്? വേദമാകുന്ന ശാസ്ത്രം, വേദവും ശാസ്ത്രവും, വേദത്തിലെ ശാസ്ത്രം, വേദത്തെ പോലുള്ള ശാസ്ത്രം. ഏതാണ്? വേദശാസ്ത്രങ്ങൾ വിഗ്രഹിക്കുമ്പോൾ വേദവും ശാസ്ത്രവും. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയെ ഫലഭൂഷ്ഠമാക്കുന്ന ഘനീഭവിച്ച അനുഗ്രഹമാണത്. മേഘത്തെക്കുറിച്ച് ലേഖകൻ ഇപ്രകാരം പറയാൻ കാരണമെന്ത്? മേഘം പെട്ടെന്ന് കാണപ്പെടുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു. മേഘം ഭൂമിയുടെ വന്ധ്യത ഇല്ലാതാക്കുന്നു. മേഘം ഊർജം നൽകുന്നു. മേഘം കഷ്ടതയുടെ അടയാളമാണ്. ഏതാണ്? മേഘം ഭൂമിയുടെ വന്ധ്യത ഇല്ലാതാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന പാഠഭാഗത്തിൽ മേഘവുമായി ബന്ധപ്പെടാത്ത കൽപ്പന ഏത്? രഥം. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. രഥത്തെക്കുറിച്ച്, തൂണിനെ കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ പറയാത്തത് വരുന്നത് വൃക്ഷം. ക്വസ്റ്റ്യൻ, മാതൃക പോലെ മാറ്റി എഴുതുക. തേവി തേവി, തേവി പ്ലസ് തേവി. ആടി തുടങ്ങി നമുക്ക് എങ്ങനെ എഴുതാം? ആടി അധികം തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും. മുകളിൽ നൽകിയ ഈരടികളുടെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തി എഴുതുക. ഒരേ താളത്തിലുള്ള വരികൾ ഇതിൽ 3 കൊടുത്തിട്ടുണ്ട്. അതിൽ അതേ താളത്തിൽ വരുന്ന വരികൾ ഏതാണെന്ന് എഴുതാനാണ്. നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ. അടുത്തത്, അന്തിതോറും അമ്പലത്തിൽ പൊൻതിരികൾ വയ്ക്കുവോരെ ചന്തമേറുമാൽ മരത്തിൽ ചെന്തളിരു ചാർത്തുവോരെ. 3ാമത്തത്, ചിന്നിയ പൂങ്കുലകള പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ. അല്ലെ ഏതാണ് പറഞ്ഞത്? ലാസ്റ്റിലത്തെ ചിന്നിയ പൂക്കുലകളാ പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പേടി സ്വപ്നം പോലെ തൂങ്ങി നിൽക്കുന്ന കാലവർഷം കരിയിട പേർന്ന കണ്ടങ്ങളിൽ വിരിപ്പ് വിള കാറ്റാടി നിൽക്കുകയാണ്. പൂക്കളും ആണ്ടറുതികളും എന്ന പാഠഭാഗത്തിലുള്ളതാണ്. ഈ വാക്യങ്ങളിലൂടെ കർക്കിടക മാസത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്? എന്തൊക്കെയാണ്? പേമാരിയുടെ ഭീതി, കാർഷിക നഷ്ടത്തിന്റെ ആഴം. ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപൊട്ടിയിട്ടുണ്ട്. അമ്മമ്മ എന്ന പാഠഭാഗത്തിലുള്ളതാണ്. ഈ വാക്യം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥ സാധ്യതകൾ കണ്ടെത്തി എഴുതാനാണ്.
എന്തൊക്കെയാണ് അമ്മമ്മയുടെ ജീവിതത്തിലെ ദൈന്യതാവസ്ഥകള്, വിധി വരുത്തിയ വിനകള്, സാമൂഹ്യ അവസ്ഥകള്, കുടുംബചിത്രം എല്ലാം കൂടെ ചേർത്തുള്ളതാണ്. എല്ലാം കൂടെ ചേർത്താണ് എഴുതാനുള്ളത്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി മാറ്റി എഴുതുക. ഒരു വീട്ടിൽ ഉള്ളവർക്കെല്ലാം കൂടി അത്താഴത്തിനു 3 ഇടങ്ങഴി അരിയുടെ ചോറു മതിയെന്നിരുന്നാലും അവിടെ 15 ഇടങ്ങഴി അരിയാണ് വയ്ക്കുന്നത്. അതിന് രണ്ട് സെന്റൻസ് ആയിട്ട് എഴുതണം. 2 വാക്യമായിട്ട് മാറ്റി എഴുതാനാണ്. ഒന്ന് എങ്ങനെ എഴുതാം? ഒരു വീട്ടിലുള്ളവർക്കെല്ലാം കൂടി അത്താഴത്തിന് 3 ഇടങ്ങഴിയുടെ ചോറ് മതി, ഒരു സെന്റൻസ്. അടുത്ത അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്നാലും അവിടെ 15 ഇടങ്ങഴിയുടെ അരിയാണ് വയ്ക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആകാശത്തിലെ മഹാവിസ്തൃതിയിൽ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ലേഖകൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മേഘങ്ങള് ഏകരാണെന്ന വേർഡ്സ്വർത്തിന്റെ ചിന്തയിൽ ഞങ്ങളെ എന്നും ലേഖനങ്ങള് ഏറെ ആകർഷിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപൊട്ടിയിട്ടുണ്ട്. അമ്മമ്മയുടെ ദൈന്യഭാവം ചിത്രീകരിക്കാൻ ഈ പ്രയോഗത്തിന് എത്രമാത്രം കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കുക. അപ്പൊ എങ്ങനെയൊക്കെയാണ്? ചെരുപ്പില്ലാതെ ദുരിതഭാരം പേറി നടക്കുന്ന അമ്മമ്മയെ ചിത്രീകരിക്കാൻ പര്യാപ്തമാണ്. മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വിണ്ടുപൊട്ടിയ കാലടികൾ. ആ 2 സന്ദർഭങ്ങളും ചേർത്താണ് എഴുതാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുക്കള മാത്രം ഭൂലോകമാക്കി കഴിയുന്ന അന്നത്തെ ഗൃഹനായികമാർ മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറുകളോടുകൂടെയാണ് ഉറക്കത്തിലേക്ക് ചായുന്നത്. വഴിയാത്ര എന്ന പാഠഭാഗത്തിലുള്ളതാണ്. കുളിച്ചു കുറിയിട്ട് പുരിക്കുഴലിൽ പൂക്കൾ തിരുകി ദേവദർശനം കഴിച്ചെത്തുന്ന കേരളീയ വനിതകൾ ഈ നാടിന്റെ സാക്ഷാൽ ഗ്രാമലക്ഷ്മിമാരാണ്. പൂക്കളും ആണ്ടർതികളും എന്ന ചാപ്റ്ററിലുള്ള. അപ്പോൾ ഇത് രണ്ടും കൂടെ നിരീക്ഷിച്ച് 2 നിരീക്ഷണങ്ങളിലെയും സ്ത്രീ ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ആ 2 കാലഘട്ടത്തിലെയും സ്ത്രീകളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് 2 പാഠഭാഗം ബേസ് ചെയ്ത് എഴുതാനാണ്. എന്നിട്ട് ഭാരതീയ സ്ത്രീ സങ്കല്പം എന്താണെന്നുള്ളതും നമ്മളെ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വിശദീകരിച്ച് എഴുതാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലി. രാമപുരത്ത് വാര്യരുടെയാണ്. പുഴയൊഴുക്കിലെ കല്ലുപോലാകെ നീ പകലിത് അസ്തമിക്കാതെ വേർപിരിയാതെ നാം പുലരുവോളം മയങ്ങാതിരിക്കുക പ്രിയമെനിക്ക് മനോഹര സൗഹൃദ. വിജയലക്ഷ്മി എഴുതി. സൗഹൃദത്തെക്കുറിച്ച് കവികളുടെ കാഴ്ചപ്പാടുകൾ താരതമ്യം ചെയ്ത് ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ്. സൗഹൃദത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും അതെന്താണെന്നുള്ളത് 2 കൂടെ ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. സൗഹൃദത്തിന്റെ മഹത്വം വരച്ചു കാട്ടുന്ന വരികളാണ്. നല്ല സൗഹൃദങ്ങൾ വിലമതിക്കാത്തതാണ്. സൗഹൃദങ്ങൾ ആശ്വാസവും സാന്ത്വനവുമാണ്. സൗഹൃദം പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്ത് നൽകുന്നു. എല്ലാം കൂടെ ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പൊന്നു മക്കളെ എത്ര ലാളിച്ചാലാണ് തൻ്റെ കൊതി അടങ്ങുക എന്ന് അമ്മമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു. സൂര്യകിരണങ്ങൾ നിറങ്ങളൊക്കെയും കവർന്നെടുത്തു കൊണ്ടുപോയ ഒരേ ഒരു സാരിയാണ് അമ്മമ്മ എന്നും ധരിക്കാറ്. സൂചനകളും പാഠഭാഗത്തിലെ ഇതര സന്ദർഭങ്ങളും പരിഗണിച്ച് അമ്മമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക. അമ്മമ്മ എന്ന കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മമ്മയുടെ സവിശേഷതകൾ, പിന്നെ അമ്മമ്മയുടെ വസ്ത്രരീതി എന്തൊക്കെയാണ് ആ സന്ദർഭങ്ങള് എല്ലാം ചേർത്ത് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയും അമ്മമ്മ കഷ്ടപ്പെടുന്ന കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, പൊതിച്ചോറുണ്ണാത്തവനും
ചെങ്കണ്ണ് വരാത്തവനും ജീവിത സുഖം അനുഭവിച്ചിട്ടില്ലെന്നാണ് ഒരു പറച്ചിൽ. അത് വഴിയാത്ര എന്നുള്ള പാഠഭാഗത്തിലുള്ളതാണ്. ആദ്യകാല വഴിയാത്രയിൽ പൊതിച്ചോറിനുള്ള പ്രാധാന്യം ഈ വാക്യത്തിലൂടെ വ്യക്തമാകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കാനാണ്. അപ്പോൾ പണ്ടത്തെ യാത്രാനുഭവം, പൊതിച്ചോറിനുള്ള സ്ഥാനവും, അപ്പോൾ ഹോട്ടലുകളില്ലാത്ത കാലത്തെക്കുറിച്ചുള്ളതും, പിന്നെ എന്തോന്ന് യാത്രക്കാർക്ക് വേണ്ടി വഴിയോരത്ത് വീടുകളിൽ ഭക്ഷണം കരുതുന്നതും പൊതിച്ചോർ പങ്കിട്ട് കഴിക്കുന്നതും എല്ലാം കൂടെ ചേർത്ത് വിശദീകരിച്ച് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. ദുർവിചാരങ്ങളുടെയും വൃത്തിഹീനതകളുടെയും ശുദ്ധീകരണമാണിതിൽ പ്രധാനം. ചേട്ടയെ കളയുക എന്ന ഈ ചടങ്ങിന് സാനിറ്ററിയുടേതായ ഒരു ഔപചാരികതയുണ്ട്. പൂക്കളും ആണ്ടറികളും എന്ന പാഠഭാഗത്തിൽ ഉള്ളതാണ്. പിന്നെ ഒരു പത്രപരസ്യം തന്നിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം പൂർത്തിയായി, ജനകീയ ശുചീകരണം കേരളം മാതൃകയായി. പാഠസന്ദർഭവും ഈ പത്രവാർത്തയും വിശകലനം ചെയ്ത് പരിസര ശുചിത്വവും ആരോഗ്യവുമുള്ള തലമുറയും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭാഷണം തയ്യാറാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ആധികാരികമായ രീതിയിലാണ് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ആശയ സമഗ്രത, പ്രസംഗഘടന, നിരീക്ഷണങ്ങളിലെ ഔചിത്യം, സമകാലിക പ്രസക്തി ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം തയ്യാറാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ മാതിരി വഴിയാത്രകളും വിശ്രമങ്ങളും പല ബന്ധങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. ആർക്കും ആരോടും യാതൊന്നും സംസാരിക്കാൻ സമയമില്ല. വണ്ടിയില്ല, വള്ളമില്ല, കാൽനട തന്നെ അവലംബം. വ്യത്യസ്ത കാലങ്ങളിലെ യാത്രാ അനുഭവങ്ങളെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. പുതിയ കാലത്തെ യാത്രാനുഭവങ്ങൾ കൂടി പരിഗണിച്ച് യാത്രകളും മനുഷ്യബന്ധങ്ങളും എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിനൊരു ശീർഷകം വേണം, ഒരു തലക്കെട്ട് വേണം. പിന്നെ യാത്രകളിൽ ലഭിക്കുന്ന ബന്ധങ്ങളുടെ പ്രസക്തി, പുതിയ കാലത്തെ യാത്രയിലെ ബന്ധങ്ങൾ, പുതിയ കാലത്ത് യാത്രയിൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ പഴയകാല യാത്രാ രീതിയെക്കുറിച്ച്, പുതിയ കാല യാത്രാ രീതികളെ കുറിച്ച് എഴുതുക. പിന്നെ എന്തോന്നാണ്, സൗകര്യങ്ങൾ കൂടിയപ്പോൾ ബന്ധങ്ങൾ കുറഞ്ഞു, ശാരീരികവും മാനസികവുമായ വളർച്ച നേടിക്കൊടുത്ത ആദ്യകാല യാത്ര ഒരു വിവരണമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉപന്യാസമായിട്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആശയം, ആസ്വാദനാംശങ്ങൾ തുടങ്ങിയവ പരിഗണിച്ച് താഴെ തന്നിരിക്കുന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്കരെ കുന്നിലെ തെച്ചിക്കാട്ടിൽ പൊട്ടി വിരിയുന്നു 100 പൂക്കൾ, ചോര തെറിച്ചപ്പോൾ ചോന്ന് ദൂരെ നിൽക്കുന്നതാ 100 പൂക്കൾ, വയലിൻ വഴുക്കും വരമ്പിലാകെ ചിരി പെയ്തു നിൽക്കുന്നു കൊച്ചുപൂക്കൾ, കണ്ണിന്റെ പീലി പോൽ നീല വർണ്ണമിയെന്ന തെളിഞ്ഞ പൂക്കൾ, നാണിച്ചു നിൽക്കും തണുത്ത പൂക്കൾ, നക്ഷത്രം പോലെ വെളുത്ത പൂക്കൾ, ആകെ തുടുത്ത കദളിപ്പൂക്കൾ, ആമ്പലപ്പൊയ്ക നിറച്ചു പൂക്കൾ. സുഗതകുമാരിയുടെ സ്ത്രീപർവം എന്ന കവിതയിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ആസ്വാദനക്കുറിപ്പ് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളുടെ ആ ഒരു അവതരണ ഭംഗി, പിന്നെ സാമൂഹ്യ വ്യവസ്ഥകളെല്ലാം തിരിച്ചറിഞ്ഞുള്ള ഒരു ആശയ സമഗ്രതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കവി ആരാണ് എഴുതിയെന്നുള്ളത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി തുടങ്ങണം. പിന്നെ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ചേർത്ത് ഏതൊക്കെയാണെന്നുള്ളത് ചേർത്ത് എഴുതുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.